പാർട്ടി ജില്ലാ സമ്മേളനങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. തൃശ്ശൂർ സമ്മേളനം 9, 10, 11 തീയതികളിൽ കുന്നംകുളത്ത് പൂർത്തിയാകുന്നതോടുകൂടി 14 ജില്ലാ സമ്മേളനങ്ങളും നല്ല നിലയിലുള്ള ഉൾക്കരുത്ത് നേടിയ സമ്മേളനങ്ങൾ എന്ന നിലയിൽ തന്നെ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി എന്ന നിലയിലുള്ള സ്വയം വിമർശനവും അച്ചടക്കവും ഊർജ്ജസ്വലമായ പുതിയ കമ്മിറ്റികളെ തിരഞ്ഞെടുത്തും കൊണ്ട് പൂർത്തിയായിരിക്കുക. എല്ലാ സമ്മേളനങ്ങളും ഏകകണ്ഠമായാണ് ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിമാരെയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. വലിയ സമ്മേളനങ്ങൾ സത്യം പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സ്ഥിര സൗകര്യം കേരളത്തിലെ മിക്ക കേന്ദ്രങ്ങളിലും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചുവപ്പ് വളണ്ടിയർമാരുടെ മാർച്ചും അതിനോടൊപ്പം അനുബന്ധമായി ജില്ല കേന്ദ്രീകരിച്ച പ്രകടനങ്ങളൊന്നുമല്ല പല സ്ഥലത്തും നടന്നത്. 10,000-കണക്കിന് ബഹുജനങ്ങൾ പങ്കെടുത്ത റാലികളായിട്ടാണ് സംഘടിപ്പിച്ചത്. ഇനി ഇതിൻ്റെ തുടർച്ചയായി മാർച്ച് 6, 7, 8, 9 തീയതികളിൽ കൊല്ലത്ത് വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. ഈ സമ്മേളനങ്ങളെല്ലാം നിരവധിയായ അനുബന്ധ പരിപാടികൾ കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖല കൈകാര്യം ചെയ്യുന്ന നിരവധി വിഷയങ്ങൾ, ഒരു ജനകീയ വിദ്യാഭ്യാസം എന്ന നിലയിൽ തന്നെ എല്ലാ ജില്ലകളും സമ്മേളനം നടക്കുന്ന ഏരിയയും പുറത്തെയെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ പരിപാടികൾ കൊല്ലം ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മാർച്ച് 1 കയ്യൂരിൽ നിന്ന് സഖാവ് എം സ്വരാജ് നയിക്കുന്ന പതാക ജാഥ 1 പ്രയാണം ആരംഭിച്ച് 5-ാം തീയതി വൈകുന്നേരം പതാക ഉയർത്തുന്നതിനു വേണ്ടി ആശ്രമ മൈതാനത്തിൽ എത്തിച്ചേരും. ദീപശിഖ ജാഥ വയലാറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. PK ബിജുവാണ് ജാഥ ലീഡർ. അത് അത്ലറ്റുകൾ കൈമാറി കൊല്ലത്തെത്തുകയാണ് ചെയ്യുക. കൊടിമരം ശൂരനാട് രക്തസാക്ഷികളുടെ നാട്ടിൽ നിന്നും സഖാവ് CS സുജാത ജാഥ ക്യാപ്റ്റൻ എന്ന രീതിയിൽ സഞ്ചരിച്ച് വൈകുന്നേരം ആശ്രമ മൈതാനത്തിൽ എത്തിച്ചേരും. കേന്ദ്ര ബഡ്ജറ്റ് പതിപോലെ ഇത്തവണയും കേരളത്തെ മറന്നുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. കേരളമെന്ന ഒരു പേര് പോലും ബഡ്ജറ്റിലുടനീളം എവിടെയും പരാമർശിക്കപ്പെടുന്ന നില ഉണ്ടായില്ല. കേരളത്തിലുള്ള കേന്ദ്ര വിഹിതത്തിൽ വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുക. ഇത് പരിഗണിച്ചുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് കേരളം ധനകാര്യ വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ കയറ്റുമതി അനുകൂല പ്രോത്സാഹന പദ്ധതിയാണ് കേരളത്തിൽ രൂപപ്പെട്ട് ശക്തിപ്പെട്ടു വരുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി.
കയറ്റുമതിക്ക് ഊന്നൽ നൽകുമെന്ന് പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ പക്ഷേ വിഴിഞ്ഞത്തിന് ഒരു പൈസ പോലും വകയിരുത്തിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വലിയ ബാധ്യത വരുന്ന ആ പദ്ധതിക്ക് ബഡ്ജറ്റിൽ ഒരു പൈസയും വകയിരുത്തിയിട്ടില്ല എന്നുള്ളത് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായ ഒരു യുദ്ധപ്രഖ്യാപനമാണ്. കേരളത്തിനായി പുതിയ സംരംഭങ്ങളോ പദ്ധതികളോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ എത്രയോ കാലമായിട്ടുള്ള ആവശ്യമാണ് എയിംസ് പോലുള്ള ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാപനങ്ങളെ സംബന്ധിച്ച്. അതിനോട് പ്രതികരിക്കാൻ തന്നെ തയ്യാറായിട്ടില്ല. 3-4 റെയിൽപാതകൾ കേരളത്തിൻ്റെ വലിയ ആവശ്യമാണ്. എന്നാൽ റെയിൽവേക്ക് മൊത്തത്തിൽ തന്നെ ഈ ബഡ്ജറ്റ് പുതുതായി ഒരു പൈസയും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ അവസ്ഥ. പണപ്പെരുപ്പം കൂടി പരിഗണിച്ചാൽ കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് കുറവാണ് കേരളത്തിൻ്റെ വിഹിതം. ഇതാണ് കേരളത്തോട് കാണിക്കുന്ന വലിയ രീതിയിലുള്ള അവഗണന. സാമ്പത്തിക ഉപരോധം തുടരുകയാണ്. അതേപോലെ കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിലും അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റബ്ബറുമായി ബന്ധപ്പെട്ട കൃഷി. റബ്ബറിന് വിലസ്ഥിരതാ ഫണ്ട് പ്രഖ്യാപിക്കാനോ വന്യജീവി ആക്രമണങ്ങളെ നേരിടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനോ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടൊന്നും തീരുമാനിച്ചില്ല. ബീഹാർ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി തീർത്തും ബീഹാറിന് വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റ് പോലെയാണ് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. 25 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കുമ്പോൾ ഏതാണ്ട് 40,000 കോടി പോലും കേരളത്തിന് ലഭിക്കാത്ത നിലയാണ് ഉള്ളത്. കഴിഞ്ഞ ബജറ്റിനേക്കാൾ 5 ലക്ഷം കോടിയുടെ വർധനവുണ്ടാകുമ്പോൾ അതിനനുപാതമായി കേരളത്തിന് ലഭിക്കേണ്ട വർധനവ് ഇല്ല, തീരെ ഇല്ല. 2023-24 ജനസംഖ്യാനുപാതികമായാണ് കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന 72,000 കോടി രൂപ എന്നാൽ ലഭിച്ചത് 38,000 കോടി രൂപ മാത്രമാണ്. അത് കഴിഞ്ഞ കൊല്ലത്തെ ഞാൻ പറഞ്ഞു. ഈ വർഷം ബജറ്റ് 5 ലക്ഷം കോടി രൂപ വർദ്ധിക്കുമ്പോൾ അതിന് അനുപാതമായി ലഭിക്കേണ്ടിയിരുന്നത് ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. 10-14,000 കോടി രൂപ ലഭിക്കുന്നതിന് പകരം 5,000 കോടി മാത്രമാണ് ലഭിക്കുന്നത്.